ബോർഡ് ഇതിൽ ഒന്നാം പ്രതിയാണ് എന്ന് അന്നു മുതൽ നമ്മൾ ഈ സംഭവങ്ങളെ വിലയിരുത്തുന്ന ആർക്കും പറയാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സർക്കാർ ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലി കൊടുത്തുകൊണ്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ തന്നെയുള്ള ദേവസ്വം ബോർഡ് ഇതിനെതിരായിട്ട് ശക്തമായ ഭാഷയിലാണ് കേരള ഹൈക്കോടതി, നമ്മുടെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ആ ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ ദേവസ്വം ബോർഡിന് തങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശം നീക്കി കിട്ടാൻ വേണ്ടി ഞങ്ങളിപ്പോ പോവും, ഞങ്ങൾ കോടതിയെ സമീപിക്കും. എന്നിട്ട് കോടതിയെ സമീപിച്ചോ? ഇപ്പോഴും ദേവസ്വം ബോർഡ് കള്ളന്മാരാണ്, അവര് കാട്ടുകള്ളന്മാരാണ് എന്നും കേരള ഹൈക്കോടതി പറഞ്ഞത് രേഖയായിട്ട് കിടക്കില്ലേ. അവര് വലിയ ഒരു അഴിമതി മൂടി വെക്കാൻ വേണ്ടിയാണ് 2019 വെട്ടിപ്പ് നടത്തിയ ആളുകളെ തന്നെ വീണ്ടും ക്ഷണിച്ചു കൊണ്ടുവന്ന് മറ്റാരെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണം പൂശാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത് 2019 തട്ടിപ്പ് മറയ്ക്കാനാണ് എന്ന് പറഞ്ഞത് കോടതിയല്ലേ. അങ്ങനെ ഒരു ശക്തമായ നിരീക്ഷണം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും ഞെളിഞ്ഞു നിൽക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ, അയ്യോ ഞാൻ പാവമാണ്, ഞാൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു നടക്കുന്നേ. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ഈ അഴിമതിക്കാരെയും ഈ കാട്ടുകൊള്ളക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെത്. നമ്മുടെ ഹൈക്കോടതി പലതവണ പല വട്ടം ഈ കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാടുകൾ പറഞ്ഞു. പക്ഷേ കോടതി പലപ്പോഴും എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നമ്മൾ കോടതിയുടെ നടപടികളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതെന്ന് പറയുമ്പോഴും ഈ കള്ളത്തരം മുഴുവൻ നടന്നത് കോടതിയുടെ മുക്കിന് കീഴേയില്ലേ. ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട്, ഇപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിനെയൊക്കെ സംബന്ധിച്ചൊക്കെ കോടതി ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇതിനു മുൻപ് ഇൻവെന്ററി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻവെന്ററി ഇല്ല എന്നുള്ളത് കോടതിക്ക് അറിയില്ലേ? ഈ കോടതിയുടെ ശ്രീ ആർ വി ബാബു, താങ്കൾ കേൾക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നില്ലേ? ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുഴുവൻ ക്രമക്കേടുകളും അതേപോലെ അഴിമതിയും ഒക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഓഡിറ്റർമാർ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? അത് കോടതിക്ക് കണ്ണു തുറന്നത് കണ്ടിട്ടില്ലേ കോടതി? ആ സമയത്തൊക്കെ കോടതി മിണ്ടാതിരുന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഈ കോടതിയുടെ നിലപാട് പോലും ഈ ഗാലറിയെ കൈയടിക്ക് വേണ്ടി മാത്രം കുറെ പരാമർശങ്ങൾ മാത്രം നടത്തിയാൽ പോരാ. ശക്തമായ നടപടികളിലേക്ക് കോടതി കടക്കണ്ടേ? കോടതിയുടെ മോണിറ്ററിംഗിലല്ലേ ഈ ഓഡിറ്റ് നടക്കുന്നേ? ഈ ദേവസ്വം ബോർഡിലെ കാട്ടുകൊള്ള മുഴുവൻ നടക്കുന്നത് കോടതിയുടെ കൺമുമ്പിൽ വെച്ചല്ലേ? ഇതിനെ സംബന്ധിച്ച് ഭക്തന്മാരെ ഒരു പരാതിയായിട്ട് പോയാൽ കോടതി ആ പരാതി എടുത്ത് ദൂരെ കളയില്ലേ? ഇതൊക്കെ ഈ കാട്ടുകള്ളന്മാരെ സംരക്ഷിച്ച് നിർത്തിയതിൽ കോടതിയുടെ പങ്കാളിത്തവും കൂടിയും എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ലെന്ന്. ഞാൻ കോടതിയെ കുറച്ച് കാണിക്കുന്ന തീർച്ചയായിട്ടും കോടതി ഇത്തരം ഇപ്പോ പുറത്തു വന്ന സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നടപടികൾ വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മറുവശവും പറയുന്നത്. നമ്മൾ ഉള്ളത് തന്നെ പറയണ്ടേ? നമ്മൾ എന്തിനാണ് വസ്തുതകളെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് എന്റെ മുമ്പിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോടതിയുടെ ഈ തെറ്റായ നടപടി മൂലം ഈ കാട്ടുകൊള്ളന്മാർ രക്ഷപ്പെട്ടു പോയതിന്റെ, ഈ കള്ളന്മാരെ സംരക്ഷിച്ച നിർത്തിയത് ഇതേപോലുള്ള കോടതി നടപടികളാണ് പലപ്പോഴും. അപ്പൊ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ വേദനയോടെ പറയുന്നത്, കോടതിയോടുള്ള സർവ്വ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഗാലറിക്ക് വേണ്ടിയുള്ള ഗാലറിയിലെ കയ്യടിക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തി കോടതിക്കുള്ളിൽ വെച്ച് ഒരു ജിങ്കോയിസം കാണിച്ചാൽ പോരല്ലോ. നടപടികളിലേക്ക് കിടക്കണ്ടേ? ഇപ്പോഴും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ്, കോടതി ചോദിച്ചോ ദേവസ്വം ഭരണസമിതിക്കാരെ എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നില്ലല്ലോ. അവരെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇതിനകത്ത് ശക്തമായ പ്രതികളാണ്. ആ പ്രതികളിലേക്ക് എന്താണ് അന്വേഷണം എത്താത്തത്? അവരിപ്പോ വാസുവിനെ മാത്രമാണ് ചോദ്യം ചെയ്തത്. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കല്ല, ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് കുറ്റം ചെയ്തു എന്നുള്ള നിലയ്ക്കാണ് വാസുവിനെ 3-ാം പ്രതിയാക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസുവും കുറ്റം ചെയ്തിട്ടില്ലേ? പത്മകുമാർ കുറ്റം ചെയ്ത ആളല്ലേ? ഇത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മളല്ലല്ലോ. എന്തുകൊണ്ടാണ് SIT കോടതി അവരെയൊന്നും ചോദ്യം ചെയ്യാത്തത്? അവരിലേക്ക് എത്താത്തത് എന്താ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നു. വിശ്വാസികൾക്ക് ഈ കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. അവർ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം എന്നുള്ളൊരു ആശ്വാസം ഉണ്ടപ്പോ തന്നെ SITയുടെ ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ച് SIT ആരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ
പൊതുവെ ആളുകൾക്ക് ഉള്ളിൽ വളർന്നു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ദേവസ്വം പ്രസിഡന്റായി ഈ വാസു തിരികെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെ ഈ CPM-ലും അല്ലെങ്കിൽ സർക്കാരിലും ഈ വാസുവിന് എത്രത്തോളം പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ ദേവസ്വത്തിൽ ഇരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും എത്രത്തോളം ഒരു സ്ഥാനമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ്. വാസു ആരായിരുന്നു? വാസു കൊളനാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. എന്ന് വെച്ചാൽ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഇങ്ങനെയുള്ള ആളുകൾ. ഇപ്പോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CPM-ന്റെയോ CPI-യുടെയോ ഏരിയ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി ആയിരുന്ന, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് 1250 ക്ഷേത്രങ്ങളുള്ള കൊച്ചിൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന, 1000-ഓളം കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇരിക്കാനുള്ള യോഗ്യത എന്താണെന്നേ ഇവർക്കൊക്കെ? ആ യോഗ്യത നിശ്ചയിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടോ? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 1250 ക്ഷേത്രങ്ങൾ, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി, അല്ലെങ്കിൽ 10,000-കണക്കിന് ഏക്കർ ഭൂമി, കോടികളുടെ ആസ്തി വരുമാനം, 1000 കോടിയോളം രൂപ ഒരു വാർഷിക വരുമാനവും എക്സ്പെൻഡിച്ചറും ഒക്കെയുള്ള ഒരു മഹത്തായ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കാൻ ഒരു ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ മതി എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് നമ്മുടെ ദേവസ്വം ഭരണത്തെ അധപ്പതിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? വാസുവിന് 2 തവണയാണ് ദേവസ്വം കമ്മീഷണറായി വാസു. ഓൺ വാട്ട് ബേസിസ് ഹി ബിക്കെയിം ദേവസ്വം കമ്മീഷണർ? അദ്ദേഹം 2010 മുതൽ 2013 വരെ ദേവസ്വം കമ്മീഷണറായിരുന്നു. 2018-19 കമ്മീഷണറായി. ആ മനുഷ്യനെ വീണ്ടും ദേവസ്വം പ്രസിഡന്റാക്കിയത് വാസുവിനെ മുൻനിർത്തി തങ്ങൾക്ക് അഴിമതി നടത്താൻ കഴിയും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്, വിശ്വാസമുള്ളത് കൊണ്ടാണ്. വാസു ഈ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമിയാണെന്നാണ് ഞാൻ പറയുന്നത്. വാസു അല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ കുറ്റവാളി. വാസു കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി നടത്തിയ അഴിമതിയാണ് ഇത് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ദേവസ്വം മന്ത്രിക്ക് വേണ്ടിയാണ് വാസു പ്രവർത്തിച്ചത് എന്ന് വാസു അതിനപ്പുറത്തേക്കുള്ള കഴിവൊന്നും വാസുവിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വാസുവിനെ ഇങ്ങനെ ഉപകരണമാക്കി ഒരു പാവയെ പോലെ ദേവസ്വം ബോർഡിൽ പിടിച്ചു നിർത്തിയിട്ട് വാസുവിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ അന്ന് നടത്തിയിട്ടുള്ളത്, അഴിമതി നടത്തിയിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരമുണ്ട്. CPM-നുള്ളിൽ തന്നെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ മറച്ചു വയ്ക്കുന്നേ? ഇതൊക്കെ നടന്നത് ഈ പറയുന്ന കോടതിയുടെ കൺമുമ്പിലല്ലേ? എന്നിട്ട് ഇപ്പോ കോടതി ജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടി വലിയ തോതിലുള്ള ചില വർത്തമാനങ്ങൾ വായിൽ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ആ കാര്യമൊക്കെ പോയി അത് കേട്ട് രോമാഞ്ചം വരുന്ന പ്രായമൊക്കെ നമുക്ക് പോയി കഴിഞ്ഞു. കോടതിയുടെ അത്തരം വാഗ്ധോരണി കേട്ട് രോമാഞ്ചം വരുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. വാസ്തവത്തിലേക്ക് കടന്നു വരട്ടെ, യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരട്ടെ. ഇവരൊക്കെ പിടിച്ച് ജയിലിലടക്കട്ടെ. ഞാനടക്കമുള്ള ആളുകൾ മുണ്ട് മുറുക്കിയെടുത്ത് ക്ഷേത്രത്തിൽ സമർപ്പിച്ച പണമാണ് ഈ കാട്ടുകള്ളന്മാർ കൊണ്ടുപോയിരിക്കുന്നത്. ശരി, ഇതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ? കുറ്റക്കാരെ ജയിലിലടക്കട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.